പെന്തക്കോസ്ത് എന്ന വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാൻ ചിലർ നമ്മുടെ അസംബ്ലിയിൽ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. യെസ്, പ്രാർത്ഥിക്കണം. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ പലരും ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് തെളിയിച്ചല്ലോ. അറിവുള്ള രാഷ്ട്രീയക്കാർ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ ഇനിയുള്ള കാലത്ത് ജയം തീരുമാനിക്കുന്നത് പെന്തിക്കോസ്തുകാരാണ്. നമുക്കിതൊന്നും അറിയില്ല, രാഷ്ട്രീയക്കാർ ഇതിൻ്റെയൊക്കെ കണക്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ ഗ്രൂപ്പല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ജയിക്കാൻ പോവുകയല്ല, നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ഈ പൊളിറ്റീഷ്യന്മാരെ നിങ്ങൾ പെട്ടെന്ന് പിടിച്ച് ഉപദേശിമാരാക്കരുത്. എനിക്കൊരു അപേക്ഷയുണ്ട്. അവരെങ്ങാനും ഒരു യോഗത്തിന് വരും, പിന്നെ അവരുടെ പ്രസംഗമായി ഇന്ന് വളരെ സന്തോഷം തോന്നി എനിക്ക്. ഇച്ചിരിച്ച് പ്രസംഗിക്കും, പക്ഷേ നമുക്ക് വേണ്ടത് അവർ പൊളിറ്റീഷ്യൻസായിട്ട് നിൽക്കണം. ഉപദേശിമാരിവിടെ ഇല്ലാഞ്ഞിട്ടാണോ? പ്രസംഗിക്കാൻ ഇപ്പം പറഞ്ഞാൽ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പറഞ്ഞാൽ പ്രസംഗിക്കാൻ 150 പേര് ഇവിടെ റെഡിയാണ്. നമ്മുടെ ഇടയിൽ ഇപ്രാവശ്യം പഞ്ചായത്തിൽ ഏതാണ്ട് കേരളത്തിൽ 100ഓളം ബന്ദിക്കോസ്തുകാർ ജയിച്ചു വന്നു എന്നാണ് കേട്ടത്. തുടങ്ങിയിരിക്കുന്നു. അത് മാനുഷിക ഭരണം, അത് വർദ്ധിക്കട്ടെ. നിശ്ചയമായും ബന്ദിക്കോസ്തുകാർ രാജ്യഭരണത്തിൽ പ്രവേശിക്കേണ്ടത് ദേശത്തിന്റെ ആവശ്യമാണ്, നമ്മുടെയും ആവശ്യമാണ്. നമുക്ക് സ്വന്തമായി ഒരു MLA യോ MP യോ ഒക്കെ ഈ രാജ്യത്തുണ്ടാകേണ്ടത് ഈ രാജ്യത്തിലെ പൗരന്മാർ എന്ന നിലയിൽ നമ്മൾ തീരെ ചെറിയ ഒരു സംഖ്യ അല്ല, ഒരു വലിയ സംഖ്യ പെന്തിക്കോസ്തുകാർ കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ അറിയണം. ഇത് നമ്മുടെയും കൂടി അവകാശമാണ്, ഈ രാജ്യത്തിന്റെ ഭരണവും കാര്യങ്ങളും. ആകയാൽ അതൊന്നും കൂടി ദൈവജനം ഉത്സാഹിക്കേണ്ടതും ആവശ്യമാണ്. അതിനെ നിരുത്സാഹപ്പെടുത്തി ഇതെല്ലാം ലോകമയത്വമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ശാസ്ത്രം നിർത്തി ദൈവഭക്തരായവർ, ദൈവം അകത്തു വാഴുന്നവർ, നീതിയോടെ ന്യായത്തോടെ രാജ്യത്തിന് സമ്മാനം കൊടുക്കാൻ, രാജ്യത്തിന് നേതൃത്വം കൊടുക്കാൻ എഴുന്നേൽക്കണമെന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ ഞാൻ കൊതിച്ചുപോയി, അവിടുത്തെ അസംബ്ലിയിൽ ഒരു രക്ഷിക്കപ്പെട്ടവനുണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെ ഉദ്ധരിക്കുമായിരുന്നല്ലോ. ഒരു വാക്ക് പറയാൻ നമുക്ക് വേണ്ടി ആരുമില്ല. കേരളത്തിലെ ആളുകൾക്ക് വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ? വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ? വേദനയോടെ പറയുക, നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലുമൊക്കെ 1-2 നിലകളിൽ എത്തണം. ഇന്ത്യയിൽ ഈ സഭ നിലനിൽക്കണമെങ്കിൽ കർത്താവ് നാളെ വരികയാണെങ്കിൽ ഒരു വിഷയമില്ല. 100 കൊല്ലം മുമ്പ് നാളെ വരുമെന്ന് നമ്മൾ പറഞ്ഞതാ, വന്നില്ല. അതുകൊണ്ടാണ് ഹോളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. ഈ സഭ നിലനിൽക്കണ്ടേ? ആലയത്തിനകത്തോട്ട് കയറി അടിക്കുക, നമ്മൾ തിരിച്ചടിക്കുകയല്ലോ. ക്യൂ നിന്ന് വെയിൽ കൊണ്ട് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഒരാളോടൊന്ന് വിളിച്ചു പറയാൻ വേണം എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കൊറിയൻ പാർലമെന്റിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 20-ലധികം വിശ്വാസികളുണ്ട്. പാസ്റ്റർ പോൾ യോങ്ങിച്ചോയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. എന്തേ ഇതൊന്നും ഇന്ത്യ നടക്കത്തില്ലേ? ദാനിയേലായിരുന്നല്ലോ ബാബിലോണിന്റെ അഡ്വൈസർ. നമ്മുടെ പിള്ളേരാകുന്നുണ്ടോ? പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി ബോർഡിൽ ഒരു പെന്തിക്കോസ്തുകാരനുണ്ടെങ്കിലോ? പക്ഷെ നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചില്ല. നമ്മുടെ പിള്ളേരെ IPS-നും IAS-നും വിട്ടില്ല. ഈ ബുദ്ധിയൊക്കെ മതി അതും പാസ്സാകാൻ. എഞ്ചിനീയറിംഗ് പാസ്സാകുമെങ്കിൽ, MBBS പാസ്സാകുമെങ്കിൽ അതും പാസ്സാകാം. ഇച്ചിരൂടെ മാറി ചിന്തിക്കണം, ഇച്ചിരൂടെ പവർഫുൾ ആയിട്ട് ചിന്തിക്കണം, ഇച്ചിരൂടെ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ത്യൻ സഭ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നു. 100 കണക്കിന് പേര് പീഡനം അനുഭവിക്കുന്നു, തല്ലുകൊള്ളുന്നു, ആലയങ്ങൾ പൊളിക്കുന്നു. പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുക.